ജീവിതം എത്ര പെട്ടെന്നല്ലേ ഓടിക്കൊണ്ടിരിക്കണത്. കൂടെ ഓടാനായിട്ട് നമ്മളും കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. ഇന്നൊരു പുതിയ ദിവസം ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. ഇന്നലെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് ഇവിടെ അങ്ങ് കിടന്നു ഉറങ്ങി. കാലത്ത് കിടക്കുന്ന ആ ഒരു 5 മിനിറ്റ് ഉണ്ടല്ലോ, എൻ്റെ ദൈവമേ, അതിൻ്റെ ഒരു സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു ദിവസത്തെ പ്ലാനിങ് ആ ഒരു 5 മിനിറ്റിൽ നടക്കുന്നു വേണമെങ്കിൽ പറയാം കേട്ടോ. ഇപ്പം മുടിയൊക്കെ നമ്മളിങ്ങനെ സ്ട്രേറ്റ് ഒക്കെ ചെയ്തിട്ടിട്ടുള്ള കാരണം കൊണ്ടേ അതുമ്മേ വലിയ പരിപാടികളൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. 1-2 ദിവസം അങ്ങനെ തന്നെ ഇടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് തലേദിവസം നമ്മൾ കുറച്ച് വെള്ളം എടുത്തിവിടെ ഇങ്ങനെ വെക്കും, ഉലുവയൊക്കെ ഇട്ടിട്ട് അതങ്ങ് കുടിക്കും കേട്ടോ. ചെറുതായിട്ട് ഫൈബ്രോയിഡിൻ്റെ അസ്കിത വന്നിട്ടുണ്ടോ, ബ്ലഡ് കുറവുണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ട്. അപ്പോൾ സ്വയം ചികിത്സ ഉണ്ടാവുമല്ലോ, അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സ്കിൻ കെയർ പരിപാടികളുണ്ടാവും ചെറുതായിട്ട്, അത്ര വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഒരു മോയ്സ്ചറൈസർ ഇട്ട് അങ്ങനെ നമ്മുടെ ദിവസം തുടങ്ങും. ഒരു സെൽഫ് കെയർ ടെക്നിക്ക് എന്നൊക്കെ പറയില്ലേ, അത് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ. ഇനി നമുക്ക് പതുക്കെ അടുക്കളയിൽ കയറി നമ്മുടെ ഇന്നത്തെ ദിവസം ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. ശ്രീകുട്ടന് സ്കൂളിൽ പോകുന്ന ദിവസം ഷൂട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. നല്ല തിരക്കായിരിക്കും ഇവിടെ കാലത്ത്. അത് കാരണം കൊണ്ട് എന്നാലും നിങ്ങൾ പറയുന്നതല്ലേ ശ്രീ കാലത്തെ റുട്ടീനൊന്ന് ഷൂട്ട് ചെയ്തിടൂന്ന്, എന്നാൽ പിന്നെ പരിഗണിച്ചേക്കാമെന്ന് വിചാരിച്ചു. ശ്രീകുട്ടന് ഇന്ന് നല്ല കടുമാങ്ങ അച്ചാറും കടല ഉപ്പേരിയും അതുപോലെ തന്നെ ഈ പനീർ വറുത്തതാണ് കേട്ടോ. പനീർ നമ്മൾ സാധാരണ നമ്മുടെ എല്ലാ മസാലകളും കൂട്ടിച്ചേർത്ത് അങ്ങ് വറുത്തിടും. ശ്രീകുട്ടന് ഉച്ചയ്ക്ക് കൊണ്ടുപോകാനും കാലത്ത് കഴിച്ചിട്ട് പോകാനും ഇതൊക്കെ മതി കേട്ടോ. പനീറിൻ്റെ ഫാനാണ് ആള്. പിന്നെ നമ്മൾ കുറച്ച് അവിലുണ്ടല്ലോ, വെള്ള അവില്, അത് നമ്മൾ കുറച്ച് നാളികേരവും കുറച്ച് പഞ്ചസാരയും കൂട്ടിയിട്ടിട്ട് ഒന്ന് തിരുമ്മി കൂട്ടി സ്നാക്കാക്കും. പിന്നെ എന്തെങ്കിലും കുക്കീസും കൂടെ വെക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ശ്രീകുട്ടൻ്റെ രാവിലത്തെ അല്ലെങ്കിൽ ഉച്ചവരെയുള്ള ഒരു ഭക്ഷണ ക്രമീകരണം. ശ്രീകുട്ടൻ കാലത്ത് നേരത്തെ സ്കൂളിൽ പോകേണ്ട കാരണം കൊണ്ടേ ആള് കുളി കഴിഞ്ഞ് വന്നതും ആദ്യം പൂജാ റൂമിൽ കയറി വിളക്ക് കത്തിക്കുകയാണ് ചെയ്യുക. ചില ദിവസം അച്ഛൻ ചെയ്യാറുണ്ട് കേട്ടോ. അച്ഛൻ എനിക്കാൻ നേരം വൈകിയിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ആളെന്നെ എല്ലാ പരിപാടികളും ചെയ്ത് ഞാൻ അയണൊക്കെ ചെയ്ത് പിന്നെ ഭക്ഷണം വാരി കൊടുക്കലാണ് പതിവ്. വാരി കൊടുത്തില്ലെങ്കിൽ 1 മണിക്കൂർ അവിടെ അങ്ങ് ഇരിക്കും. ഇതാവുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് പരിപാടിയൊക്കെ കഴിയും. അപ്പോൾ ശ്രീകുട്ടനും ഭാഗ്യനും ഇറങ്ങാൻ നിൽക്കുകയാണ്. ഭാഗ്യം നേരെ ഷോപ്പിലേക്കും ശ്രീകുട്ടൻ സ്കൂൾ ബസ്സിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് കേട്ടോ. സ്കൂൾ ബസ് ഇവിടെ നിന്ന് 3-4 കിലോമീറ്റർ അപ്പുറത്താണ്. അവിടെ കൊണ്ട് വിട്ടിട്ടുണ്ടെങ്കിൽ അവരങ്ങോട്ട് പൊക്കോളും. ഇനി നമുക്ക് നമ്മുടേതായ ലോകത്ത് വിരാജിക്കാം. ഹലോ, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ശ്രീകുട്ടൻ എൻ്റെ പുതിയ ലുക്ക് എങ്ങനെയുണ്ട്? കുറേ ആൾക്കാർ പറഞ്ഞു കേട്ടോ, നന്നായിട്ടുണ്ട് ശ്രീ, അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കുളിച്ചിട്ടില്ല, 2-3 ദിവസം കഴിഞ്ഞാൽ കുളിക്കാൻ പാടുള്ളൂ എന്ന് അവർ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് കുളിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് കുളിക്കണം. ഇന്ന് ഭയങ്കര ഒരു ബോഡി പെയിൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്നൊന്ന് ഡോക്ടറെ കാണാൻ പോകണം. ഭയങ്കരമായിട്ടൊക്കെ അതൊക്കെയാണ് നമ്മളിങ്ങനെ പടി കയറുമ്പോഴും ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോഴും ഒക്കെ അതൊക്കെയാണ്. അപ്പോൾ ഐ തോട്ട് ടു കൺസൾട്ട് എ ഡോക്ടർ. ഇച്ചിരി മീൻ ടൈമാണ് നമ്മുടെ മീ ടൈം. ചെറിയ ചായ, ഒരു കാപ്പിയൊക്കെ ഇട്ടിട്ട്, ആക്ച്വലി കുറേ നാളായി മധുരമായിട്ടുള്ള കാപ്പിയൊക്കെ കുടിച്ചിട്ട്. പിന്നെ ചിലപ്പോൾ ഷുഗർ ലോ ആയിട്ട് അങ്ങനെ ആണോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഉഷാറില്ലാത്ത പോലെ. ഓ ഫുഡ് കഞ്ഞി വെക്കാറ് പണി. ഓ ചേട്ടന്മാരുണ്ട് അത്ര അന്ന് പണിക്കുന്നത്. ഞാനൊന്നും ചെയ്യണ്ട, അത്തിരി നേരം റെസ്റ്റ് എടുക്കാം, നിങ്ങളോട് കുറച്ചൊരു വർത്തമാനം പറയാമെന്ന് വിചാരിച്ചതാണ്. പരിപാടികൾ എല്ലാത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അപ്പം കാലത്ത് നമുക്ക് ഡോക്ടറെ ഇവിടെ നമ്മുടെ വേലുപ്പാടത്ത് നമ്മളന്ന് ഇതിന് പോയില്ലേ, നമ്മുടെ ഊട്ടിന് പോയില്ലേ, അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ഹോസ്പിറ്റലുണ്ട് നമുക്ക്, വേലുപ്പാട ഹോസ്പിറ്റലിൽ. അവിടെ ബിനുലാൽ എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടറുണ്ട്. അപ്പോൾ ഡോക്ടർ ഒന്ന് പോയി കൺസൾട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് എൻ്റെ ഫയൽ ഉണ്ടാവും അവിടെ, ഫുൾ ഹിസ്റ്ററി ഫയൽ ഉണ്ടാവും വേലുപ്പാടത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഡോക്ടർക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന്, എനിക്ക് മിക്കതും എനിക്ക് ബ്ലഡിൻ്റെ കുറവായിരിക്കാനാണ് വഴി, അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് കിതയ്ക്കുക. നമ്മൾ സംസാരിക്കുമ്പോഴും വോയിസ് ഓവർ കൊടുക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ കിതപ്പ് ഫീൽ ചെയ്യണില്ലേ. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ചു. നമ്മൾ ഒരുപാട് ഭക്ഷണത്തിൽ ഒക്കെ, ഭക്ഷണം ഞാൻ കഴിക്കണ്ടോ എന്ന് ചോദിച്ചാൽ കഴിക്കുന്നുണ്ട്. എന്നാൽ നേരെ ചൊവ്വ കഴിക്കണോ എന്ന് ചോദിച്ചാൽ നമ്മളെ ഒരു പ്രായം കഴിയുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ളത് നമ്മൾ തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ യു ഷുഡ് പ്രയോറിറ്റൈസ് യുവർ സെൽഫ് എന്നാണ് ഞാൻ പഠിച്ചത്. നമ്മൾ തന്നെ നമ്മുടെ ആരോഗ്യം നോക്കണം, നമ്മുടെ ഇഷ്ടങ്ങൾ നോക്കണം. എപ്പോഴും വേണമെന്നല്ല പറയണേ, എപ്പോഴും നമുക്ക് പറ്റില്ല. കാരണം നമ്മുടെ ചുറ്റുമുള്ളവരും എപ്പോഴും നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ, എസ്പെഷ്യലി ഇപ്പോൾ ഭാഗ്യൻ്റെ പോലത്തെ സിറ്റുവേഷൻസ് എല്ലാവരും വേറെ വേറെ അല്ലേ. ഇവിടെ ഇപ്പോൾ ഭാഗ്യനെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, ശ്രീകുട്ടനും. അമ്മയുണ്ട്, അല്ലെങ്കിൽ
ഇവിടുത്തെ അമ്മയച്ഛനൊക്കെ ജീവിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവരോട് പറയാനായിട്ടൊരു ചാൻസോ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതൊന്നും ഇല്ലല്ലോ. എല്ലാം ഇങ്ങനെ എന്നിലൂടെ ഇങ്ങനെ പോകണം. അത് ഞാൻ അഹങ്കാരമായിട്ടോ അല്ലെങ്കിൽ അതായിട്ട് പറഞ്ഞതല്ല, അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ എല്ലാത്തിലും നമ്മുടെ കണ്ണും കൈയൊക്കെ എത്തണം. നമുക്കൊന്നും മാറ്റി വയ്ക്കാനോ അല്ലെങ്കിൽ വേറെ ഒരാളെ ഏൽപ്പിക്കാനോ ഒന്നും പറ്റില്ല. ഇച്ചിരിയെങ്കിലുമൊക്കെ ഞാനിപ്പോൾ നമ്മുടെ വീക്കെൻഡ് ക്ലാസ്സിന് കടവന്തരയിലേക്ക് പോകുന്ന കാരണം കൊണ്ട് ചേച്ചീനെ ഒന്ന് ശ്രീകുട്ടനെയൊക്കെ സാറ്റർഡേ സൺഡേ ഏൽപ്പിക്കാമെന്നല്ലാതെ നമുക്ക് ബാഗിൻ്റെ കാര്യങ്ങളും ശ്രീകുട്ടൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോകണം. അപ്പോൾ നമുക്ക് കുറച്ച് സ്ട്രെസ്ഫുള്ളായിട്ട് ലൈഫ് ഫീൽ ചെയ്യും. ഇപ്പം അവർ വലുതായല്ലോ, അവർ കുറച്ചും കൂടെ എൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്നെ ഇങ്ങനെ ഒഴിഞ്ഞു മാറി തുടങ്ങി. ലെറ്റ് ദം ഡു എന്നുള്ള രീതിയിൽ എത്തി തുടങ്ങി. അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു തുടങ്ങി ചില കാര്യങ്ങളൊക്കെ. ഞാൻ കുറച്ചും കൂടെ ഫ്രീ ആവാൻ തുടങ്ങി. ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് കുറച്ചും കൂടെ സമയം കണ്ടെത്താൻ തുടങ്ങി. ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. കാരണം കുറച്ച് നാൾ കഴിഞ്ഞിപ്പം നമ്മൾ 10-34 വയസ്സായി. ഇനി എത്ര കാലം ഈ ആരോഗ്യത്തോടെ നിൽക്കും അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ആ ഒരു പീക്ക് ടൈമിലാണ്. നമുക്ക് നമ്മളെ തന്നെ ആസ്വദിക്കാൻ പറ്റിയ കുറച്ച് ടൈമിലേക്ക് കുറച്ച് കഴിയുമ്പോൾ മുടി നരയ്ക്കും, റിങ്കിൾസ് വരും. അപ്പോൾ നമുക്ക് തന്നെ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഫീൽ ചെയ്യും അയ്യോ നമ്മൾ വയസ്സായല്ലോ എന്ന് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്കൊരു ഒരു വലിച്ചിൽ വരും. അപ്പം അതിനേക്കാളൊക്കെ മുന്നേ ജസ്റ്റ് കുറച്ച് നാൾ നമ്മളെ തന്നെ ആസ്വദിക്കാനുള്ള ഒരു അടിപൊളി ടൈമാണിത്. കുറച്ച് നാളെന്ന് വെച്ചാൽ കുറച്ച് വർഷങ്ങൾ കേട്ടോ. അപ്പോൾ മുടി വെട്ടുക, അതുപോലെ തന്നെ ഇതുപോലെ അസുഖങ്ങളൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഓടിപ്പോയി ഡോക്ടറെ കണ്ട് നമുക്കൊന്നുമില്ല എന്ന് തന്നെ നമ്മൾ തന്നെ ഒരു സെൽഫ് മെയിൻ്റെനൻസ് നടത്തുക എന്നൊക്കെ ഉള്ളത് നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ചേച്ചിമാരോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയോടൊക്കെ എപ്പോഴും പറയും കേട്ടോ, അമ്മയൊക്കെ എപ്പോഴും ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ജീവിതമായിട്ട് മാറി. അപ്പോൾ ഞാൻ പറയാം അമ്മയ്ക്ക് വേണ്ടി കൂടെ ജീവിക്കമ്മ എന്ന് പറയാറുണ്ട്. നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. പക്ഷെ അമ്മയൊക്കെ ഭയങ്കര കൺസേൺ അവരുടെ മക്കളുടെ കാര്യത്തിൽ. നമ്മളല്ല എന്നല്ല പറയുന്നത്, പക്ഷെ ലൈഫ് ഭയങ്കരമായിട്ട് അപ്ഡേറ്റഡ് ആവണം. നമ്മൾ ചേച്ചിമാരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചേച്ചിമാരെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു മണിക്കൂർ കണ്ടെത്തണം. ജിമ്മിൽ പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇപ്പോൾ സീരിയൽ കാണാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ സീരിയൽ, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരോട് വർത്താനം പറയാനാണെങ്കിൽ നിങ്ങൾ അയ്യോ ചോറും കൂട്ടാനും വെച്ചില്ലല്ലോ, അത് ചെയ്തില്ലല്ലോ, അടിച്ചു വാരിയില്ലല്ലോ, തുടച്ചില്ല, അതവിടെ എടുക്കട്ടെ. ആരും ഒന്നും ചെയ്യില്ല നമ്മൾ. പക്ഷെ നമ്മൾ ഹാപ്പി ആയിട്ട് വയ്ക്കണം. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്തൊക്കെ വലിയ മാറ്റം ഉണ്ടാവും ലൈഫിൽ. ഞാൻ എന്താ അമ്മമാർ പറയണ പോലെ പറയട്ടില്ല. ലൈഫ് ഈസ് എ ടെക്സ്റ്റ് ബുക്ക്. വി ക്യാൻ ലേൺ മെനി തിങ്സ്. എല്ലാവരുടെയും പുസ്തകം വേറെ സിലബസിൽ അടിച്ചു വന്നതാന്ന് മാത്രം. കഞ്ഞി വയ്ക്കണം, ചേട്ടന്മാർ ഉച്ചയ്ക്ക് ഫുഡാക്കണം, ഡോക്ടറുടെ അടുത്തേക്ക് പോകണം. പറ്റുകയാണെങ്കിൽ എനിക്ക് നെയിലൊന്ന് അടിപൊളിയാക്കണം എന്നുണ്ട്. കുറച്ച് നാളായി നമ്മുടെ ഒട്ടിക്കണ നെയിലല്ലേ നമ്മൾ വെക്കാറുള്ളത്. നമ്മുടെ ഹൈലൈറ്റർ വെള്ളം കണ്ട് നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യുന്ന സ്ഥലം കണ്ടിട്ട് തോന്നുന്നു. അവിടെ വിളിച്ചൊന്ന് ബുക്ക് ചെയ്ത് നെയിലൊന്ന് ചെയ്യണമെന്നുണ്ട്. ആഗ്രഹങ്ങളൊന്നും വെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സമ്പാദിക്കുന്നത് നമുക്കും കൂടി വേണ്ടിയിട്ടല്ലേ. പഞ്ചസാര ഇട്ടിട്ടേ കുറേ നാൾ കഴിക്കാണ്ടിരുന്നിട്ട് പിന്നെ കഴിക്കുമ്പോൾ പഞ്ചസാര ഇട്ട സംഭവങ്ങൾ നമുക്ക് കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. വായിലൊക്കെ ആകെ വെള്ളം നിറയും. വേണ്ടാന്നുള്ളൊരു ഫീൽ വരും. 2 സിപ്പടിച്ച് ബാക്കിയുള്ളത് വെച്ച് പിന്നെ എപ്പോഴെങ്കിലും കുടിക്കാം. അപ്പം ഞാനൊന്ന് നോക്കിയേ. അങ്ങനെ നമ്മുടെ ദിവസം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാനുള്ള മറ്റൊരു ദിവസത്തേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്നേഹപൂർവ്വം ചെയ്യാൻ കേട്ടോ. വർത്താനം പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ അവിടെ ഇരിക്കും. നമുക്ക് പതുക്കെ അടുക്കളയിലേക്ക് കയറണേ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടന്മാർക്ക് ഫുഡ് കൊടുക്കണ്ടേ. ഇന്ന് ശാന്തമ്മയും പിന്നെ ചേട്ടന്മാരും ഉണ്ട്. പുറത്തെ പരിപാടികളൊക്കെയാണ് കേട്ടോ. ഭാഗ്യം കുറച്ച് ബീഫായിട്ട് വന്നിട്ടുണ്ട്. ഡോക്ടറെ കാണാൻ പോകുന്നു. ഭയങ്കര കിതപ്പ്, പുറം വേദന. അപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ ഫാമിലി ഹോസ്പിറ്റൽ ഉണ്ടല്ലോ. എല്ലാവരുടെയും ഫാമിലി ഹോസ്പിറ്റൽ അതാ വേലിപ്പാടം. ഞങ്ങളുടെ നാട്ടുകാരെ മൊത്തം ഞങ്ങൾ എന്താ അസുഖം വന്നാലും ആദ്യം അവിടെ എത്തും. പിന്നെ അവിടെ നിന്നാണ് ഞങ്ങൾ വേറെ അസുഖങ്ങൾക്ക് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. പണിക്കാര് പപ്പായ കൃഷി ചെയ്തിട്ടുണ്ട്. കുറച്ച് 250 പപ്പായ കൃഷി ചെയ്തിട്ടുണ്ട്. നട്ടിട്ട് തൈയൊക്കെ പിടിച്ചു. അപ്പൊ അതിന് കുറച്ച് ആട്ടും കാഷ്ടവും ചെറിയൊരു വളം കൂടി ഇട്ടിട്ട് മണ്ണിടണം. അതാണ് പണി. അതിന് വേണ്ടിട്ടാണ് അവർക്ക് ഹോട്ടലിൽ നിന്ന് കഞ്ഞി ചേട്ടന്മാർക്ക് തീരെ സെറ്റ് ആവണില്ല. പറ്റുന്ന സമയത്ത് വീട്ടിൽ വെക്കാം എന്ന് തീരുമാനിച്ചു. അതെ. പിന്നെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള്
വയ്യാണ്ടിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എൻഗേജ്ഡ് ആവേണ്ട കാര്യങ്ങൾ. വയ്യാണ്ടിരിക്കാൻ എനിക്ക് അത്ര വലിയ വയ്യാതില്ല കേട്ടാ, ചെറിയൊരു കിതപ്പുണ്ടെന്ന് മാത്രം. അത് ബ്ലഡ് കുറവിന്റെ ആവുള്ളൂ, ഇടയ്ക്കിടയ്ക്ക് വരാം, നമുക്കത് ശീലമായതാണല്ലോ. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് ഡൗൺ ആവുമല്ലോ നമ്മള്, അതായത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ കണ്ണൊക്കെ ആകാനും പോയിട്ട്. എനിക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അത് എന്റെ മുഖത്ത് നന്നായിട്ട് ഫലിക്കും. മുഖത്തില്ലെങ്കിൽ എന്റെ കണ്ണില്, എന്റെ കണ്ണ് ഭയങ്കര എക്സ്പ്രസീവാ. അതായത് കണ്ണിങ്ങനെ വീർത്തിരിക്കൂടെ ഭയങ്കരമായിട്ട്. പീരിയഡ്സ് വന്നാൽ പോലും കണ്ണിന്റെ ചുറ്റും ഇങ്ങനെ ഭയങ്കര സ്വെല്ലായിട്ട് കണ്ണിങ്ങനെ കണ്ടറിയാൻ പറ്റും. അപ്പൊ ഞാൻ വിചാരിക്കുക ആ സമയത്ത് നമുക്ക് കണ്ണാടിയിൽ നോക്കിക്ക് മനസ്സിലാവും ഞാൻ എത്രമാത്രം ആക്റ്റീവ് ആവണം എന്നുള്ള കാര്യം. ഞാൻ എത്ര ആക്റ്റീവ് ആവുന്നോ ഞാൻ അത്ര എന്റെ അസുഖത്തെ കുറിച്ചോ അല്ലെങ്കിൽ എന്റെ പൊട്ട സിറ്റുവേഷനെ ഞാൻ മറക്കും. അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ചു നന്നായിട്ട് ആക്റ്റീവ് ആവാം. ശാന്തമ്മ കുറെ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് വരുന്നുണ്ട്. വീടിന്റെ ഉള്ളിലത്തെ പണിക്കല്ല, പുറത്തെ പണിക്ക് വരുന്നത്. അപ്പൊ ശാന്തമ്മോട് കുറച്ചേരം വർത്താനൊക്കെ പറഞ്ഞ് നാട്ടു വിശേഷമൊക്കെ അറിഞ്ഞ് ഞാൻ 10 മിനിറ്റിനുള്ളിൽ ഞാൻ ഓക്കെ ആവും. നമുക്ക് കഞ്ഞിക്കുള്ള പരിപാടി നോക്കാം. അമരക്കാരിയാണെന്ന് ഉപ്പേരിട്ടാ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇത്തിരി മീൻ മേടിച്ചോട്ടെ കേട്ടോ. അപ്പൊ മീൻ വെച്ചെന്റെ പണി കഴിയും. അമരക്കായ ഉപ്പേരി. അപ്പോൾ നമുക്ക് എന്തായാലും കാലത്തേക്ക് വേണ്ട ഉപ്പേരിക്കുള്ളത് റെഡിയാക്കാം. അതിനേക്കാളും മുമ്പ് നിങ്ങൾക്ക് ഞാൻ നമ്മളൊരു മോർണിംഗ് ഡ്രിങ്ക് കുടിക്കാറുണ്ട്, അത് തയ്യാറാക്കാനുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കി വെക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ഇഞ്ചി എന്ന് പറയും. ഇത് ഇള ഇഞ്ചിയാണ്, സാധാരണ ഇഞ്ചിയല്ല, മൂത്ത ഇഞ്ചിയല്ല, ഇള ഇഞ്ചി എന്ന് പറയും. അതിന് കുറച്ച് വിലയും കുറവാണ്, എന്നാൽ അത് നന്നാക്കി എടുക്കാനും നല്ല ഫ്ലേവറും ഉള്ളതാണ് കേട്ടോ. ഫ്ലേവർ എന്ന് വെച്ചാൽ നമ്മുടെ നാടൻ ഇഞ്ചിയുടെ ഒരു ഫ്ലേവർ അല്ല ഇതിന് വരിക, വേറൊരു തരം ഫ്ലേവറാണ് വരിക. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ മോർണിംഗ് ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. അതായത് ഡോക്ടറെ അടുത്തേക്ക് പോണേക്കാളും മുമ്പ് ചെയ്ത് വെച്ചിട്ട് പോകണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, നടന്നില്ല. എങ്കിലും നമുക്ക് നന്നായിട്ട് മൂർച്ച കൂട്ടിയ കത്തി കൊണ്ട് ഇതാ നമ്മുടെ അമരക്കായ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഈ കത്തി ഇത്രയും മൂർച്ച വേണം എന്നുള്ളൊരു ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എനിക്ക് നമ്മുടെ ആ ഉരയ്ക്കണ കല്ലുണ്ടല്ലോ, അത് കാലത്ത് അതിൻ്റെ ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, കിർ 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 എന്നുള്ളൊരു ശബ്ദം, അത് കേട്ട് നമ്മുടെ കത്തി ഒന്ന് ഉരച്ചെടുത്തില്ലെങ്കിൽ ഭയങ്കര സമാധാന കുറവാണ്. അപ്പോൾ നമ്മൾ അമരക്കായയാണ് ഇന്ന് ഉപ്പേരി വയ്ക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് ഇവിടെ അൽത്തുകൊളുത്ത് സംഭവങ്ങൾ കുറച്ചുണ്ട്, അച്ചാറ്, നമ്മൾ അന്നുണ്ടാക്കിയ പുളിയിഞ്ചി, അപ്പോൾ അത് മതി ചേട്ടന്മാർക്ക് കേട്ടോ. അപ്പം നമ്മൾ സാധാരണ നമ്മുടെ ഉപ്പേരി നമ്മുടെ തൃശ്ശൂർക്കാരുടെ കുത്തിക്കാച്ചൽ പരിപാടിയിലേക്കാണ് കിടക്കാറുള്ളത്. നമ്മുടെ കുഞ്ഞുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ അതിൻ്റെ കറിവേപ്പിൻ്റെ ഇലയും പിന്നെ നാടൻ നാടൻ ഇടിച്ച മുളകുണ്ടല്ലോ, നാടനല്ല കേട്ടോ, ഇടിച്ച മുളകുണ്ടല്ലോ, ഈ നാടൻ നാടെന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എനിക്കിപ്പോൾ എല്ലാത്തിൻ്റെ മുന്നിലൊരു നാടൻ വരുന്നുണ്ട്. ഇടിച്ച മുളകും കൂടി ഇട്ട് നന്നായിട്ട് മൂത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരുമ്പോൾ നമ്മളിത് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു കോട്ട നമ്മുടെ ഈ ഒരു അമരക്കായയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കാലത്തേക്ക് ഉച്ചയ്ക്ക് വേണ്ട കാരണമാണ് ഇത്ര അധികം കേട്ടോ. പിന്നെ ഇവിടെ ഇപ്പോൾ എല്ലാവരും പച്ചക്കറികൾ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചേട്ടന്മാർക്കും ഇവിടെ വരുന്ന പണിക്കാർ ചേട്ടന്മാർക്ക് എല്ലാവർക്കും ഹെൽത്തി ഡയറ്റാണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മൾ കഴിച്ചു തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട്. അവരും ഹെൽത്തി ആയിട്ടിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ എന്ന്. അങ്ങനെ നമുക്ക് ഉപ്പിട്ടിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് വേവിച്ചിട്ട് കാച്ചുന്നവരുണ്ട്, പക്ഷെ നമുക്കിങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. മീൻ കിട്ടിയില്ല എന്ന് ഭാഗ്യം വിളിച്ച് പറഞ്ഞ ഉടനെ നമ്മൾ ഒന്നും നോക്കിയില്ല, പിന്നെ ഇവിടുത്തെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മുട്ടക്കൂട്ടാനാണ്. ശ്രീകുട്ടൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈൽ മുട്ടക്കറി എന്ന് പറയുന്നത്. അത് നമ്മുടെ മീൻ കൂട്ടാൻ വെക്കുന്ന പോലെ തന്നെയാണ് വെക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ മുട്ട അതിൽ പുഴുങ്ങി ഇതുപോലെ ഇടുന്നു എന്ന് മാത്രം. അപ്പോൾ ഇന്ന് നമുക്ക് ഉള്ളി നന്നാക്കാൻ മടിയായ കാരണം കൊണ്ട് ഞാൻ നമ്മുടെ സവോളയിലാണ് നമ്മുടെ ഇന്നത്തെ കറി തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും ചേട്ടന്മാർ കഞ്ഞി കുടിക്കാൻ വന്നു, പിന്നെ നമ്മൾ കഞ്ഞി കൊടുത്തു. അപ്പോഴേക്കും കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമുക്ക് പതുക്കെ മുട്ടക്കറി വയ്ക്കാം. മുട്ടക്കറിയുടെ റെസിപ്പിയൊക്കെ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചേച്ചിമാർ ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയാണ് ശ്രീ മുട്ടക്കറി വയ്ക്കുക, നമ്മുടെ തൃശ്ശൂർ മാത്രമേ ഉള്ളൂ ഈ ഒരു മുട്ടക്കറി സ്റ്റൈല്, വേറെ നമ്മുടെ ജില്ലകളിലൊന്നും ഈ ഒരു സമ്പ്രദായം പതിവില്ല എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നല്ല ഉള്ളി, അതുപോലെ തന്നെ നാടൻ പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുത്തിട്ട് പൊടികൾ ഇട്ട് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത്രയും പൊടികളെ വേണ്ടൂ. അതിൽ കുറച്ച് തക്കാളി അരിഞ്ഞതും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു കുടംപുളി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക. പിഴുപുളി ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. കുടംപുളി ആകുമ്പോൾ ഒരു മീനിൻ്റെ ടേസ്റ്റ് വരുന്നത് മാത്രം. രണ്ടാം പാൽ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. അത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ മുട്ട പുഴുങ്ങിയത് ഇട്ട് കൊടുക്കുക, ഒന്നാം പാൽ ഒഴിക്കുക. പിന്നെ നമ്മൾ സാധാരണ ഉള്ളി കാച്ചുന്ന പോലെ തന്നെ കാച്ചുക. ഇത്രയേ ഉള്ളൂ കേട്ടോ ആ ഒരു പരിപാടി എന്ന് പറയുന്നത്. പിന്നെ ബീഫ് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ബ്ലഡ് കുറവിൻ്റെയാണ് എനിക്ക് പൊതുവേ ക്ഷീണം വരുന്നത്. അപ്പോൾ ബ്ലഡ് കുറയുമ്പോൾ ആദ്യം ചെന്ന ഡോക്ടർമാർ പറയുന്നതാണ് ബീഫ് കഴിക്കുക, അനാറ് കഴിക്കുക, പച്ചക്കറികൾ ധാരാളം കഴിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ ബീഫ് ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മുട്ട വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഈ ചാറ് ബാക്കി വന്നാലും ഇനിയിപ്പോൾ നാളെ നമുക്ക് ചാറ് കുറച്ച് ബാക്കി
മുട്ടയുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ അതിൽ 1, 2 മുട്ടയും കൂടി പുഴുങ്ങി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കാലത്തെ കഞ്ഞിക്ക് ചേട്ടന്മാർ കഴിക്കുകയും ചെയ്യും. എന്തെങ്കിലും ഉപ്പേരിയും പിന്നെ ഈ ഒരു മുട്ടക്കറിയും കഴിക്കുകയും ചെയ്യും കേട്ടോ. അതിൽ ഒരു കഷ്ണം മുട്ട ഞാൻ കഴിച്ചില്ലെങ്കിൽ എനിക്കെന്തോ വലിയൊരു ബുദ്ധിമുട്ടാണ് അതിലിടാനായിട്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ ഞാൻ കഴിച്ചില്ലല്ലോ എന്നൊരു തോന്നൽ വരും. പക്ഷേ ഈ ഒരു ചാറിൻ്റെ ഒപ്പം നമ്മുടെ നാളികേരം പാലൊക്കെ ഒഴിച്ച ചാറിൻ്റെ ഒപ്പം ഈ ഒരു മുട്ടക്കറി അപാര ടേസ്റ്റാണ് കേട്ടോ. ശ്രീകുട്ടന് ഭയങ്കര ഇഷ്ടമാണ് മുട്ടക്കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ബീഫ് ഒന്ന് വേവിക്കാൻ വെക്കാം. ബീഫിൽ ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ചെയ്യില്ല കേട്ടോ. ഗരം മസാലയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പും അതോടൊപ്പം തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉണ്ടല്ലോ, ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാൻ വെക്കും. എൻ്റെ കറികളൊക്കെ ഒരേ സ്റ്റൈലിലായിരിക്കും കേട്ടോ കുറേ നാളായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവുക. പ്രത്യേകിച്ച് അങ്ങനെ പ്രത്യേകമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളതൊന്നും ഞാൻ പരീക്ഷണങ്ങളൊന്നും ചേട്ടന്മാർ വർക്കിനുള്ള ദിവസങ്ങളൊന്നും ചെയ്യാറില്ല. അതൊക്കെ നമ്മൾ മാത്രമുള്ള ദിവസങ്ങളിലേ ചെയ്യാറുള്ളൂ. ഈ നേരത്തൊന്നും സമയം കിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അങ്ങനെ നമ്മൾ നമ്മുടെ ബീഫ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കുഞ്ഞുള്ളി മാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എപ്പോഴും ബീഫൊക്കെ ഒന്ന് തയ്യാറാക്കുമ്പോൾ കുഞ്ഞുള്ളിയിലാണ് തയ്യാറാക്കുന്നത് നല്ലത്. അതിൽ കുറച്ച് പച്ചമുളകും ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, അതുപോലെ തന്നെ മുളക് പൊടി എന്നീ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി കുറച്ച് അധികം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ബീഫ് വെന്ത വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കുക നമ്മുടെ ആ ഒരു മസാലയുടെ ഒപ്പം. എന്നിട്ട് നന്നായിട്ട് കുറുകി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ഒരു ബീഫ് തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ 1-2 ദിവസം ഇരുന്നിങ്ങനെ വഴറ്റി 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 കപ്പലണ്ടി പോലെ വറക്കി തിന്നാരാവും കേട്ടോ. ഇങ്ങനെ ഇപ്പോൾ ഇത് നമുക്ക് അങ്ങനെ അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല. കാരണം പണിക്കാർ ചേട്ടന്മാർക്ക് ഇവിടെ ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്തല്ലേ കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷെയറിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇന്നോ നാളെ കാലത്തേക്കോ ആകുമ്പോഴേക്കും അതങ്ങോട്ട് കഴിയും. എങ്കിലും നിങ്ങളെങ്ങാനും ചെയ്യുന്നവരുണ്ടെങ്കിൽ കുറച്ച് അധികം മേടിച്ചിട്ട് ഇതിങ്ങനെ വഴറ്റി വഴറ്റി കഴിച്ചാൽ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു അന്നപ്പോൾ നമുക്ക് മോർണിംഗ് ഡ്രിങ്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഭാഗ്യം പറഞ്ഞു റെഡിയാവ് ഡോക്ടർ കാലത്ത് തന്നെ വരുന്നുണ്ട് എന്ന്. അപ്പോൾ നമ്മൾ ചേട്ടന്മാർക്ക് വേണ്ടിയിട്ടുള്ള മുട്ടക്കറി, ബീഫ്, അമരക്കായ ഉപ്പേരി, നമ്മുടെ ഇഞ്ചമ്പുളി, പിന്നെ അച്ചാർ, ഇത്രയും വക സാധനങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ റെഡിയാക്കി ഇത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരുമ്പോൾ എന്തായാലും വൈകും. അപ്പോൾ ഞാൻ വിചാരിച്ചു കാപ്പിക്കും കൂടി, കാരണം 3 മണിയാകുമ്പോൾ ചേട്ടന്മാർ കാപ്പി കുടിക്കാൻ കയറും. കാപ്പിയല്ല കട്ടൻ ചായയാണ്. അതോടൊപ്പം തന്നെ നമ്മളെന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് വെക്കും കേട്ടോ. ഇത് അവർക്കുള്ള കിണ്ണം വരെ ഞാൻ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ മറക്കുവേ. ഇതിപ്പോൾ നമുക്ക് വീടൊന്നും പൂട്ടി പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഇവിടെ ചേട്ടന്മാർ ശാന്തമുള്ള കാരണം കൊണ്ട് എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്തോളും. മിക്കതും ഇങ്ങനെയുള്ള അവസരങ്ങൾ വരാറില്ല കേട്ടോ. ഞാൻ തന്നെ വിളമ്പി കൊടുക്കുന്നതാണ് ചെയ്യാറുള്ളത്. നമുക്ക് എന്താ പറയുക, വെക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ വിളമ്പാൻ അറിയണം എന്നല്ല പറയുക. പക്ഷെ ഇന്ന് നമുക്ക് സാഹചര്യം ഇല്ലാത്ത കാരണം കൊണ്ട് ഇതാ ചായ വരെ സെറ്റാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ പോണത്. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കിച്ചണൊന്ന് ചടപടയെന്ന് ഒതുക്കിയിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ വരുമ്പോൾ ഇത് വൃത്തികേടായിട്ട് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചേട്ടന്മാർക്ക് വാഴയിലാണ് പണിയുന്നുണ്ടെങ്കിലും ഞാൻ നോക്കുമ്പോൾ ഇച്ചിരി നേരം കൊണ്ട് സൈഡിലത്തെ പുല്ലൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസമായിട്ട് നമുക്ക് വീടിൻ്റെ ചുറ്റും ഒന്ന് എന്താ പറയുക, ഓണമൊക്കെയല്ലേ വരുന്നത്. കാര്യം നമുക്ക് ഇതുപോലെ ഓണം ഇല്ലയെന്നുണ്ടെങ്കിലും ഒരു ഓണത്തിൻ്റെ പ്രതീതിയും ഈ തുമ്പിയൊക്കെ ഒന്ന് പറക്കുമ്പോൾ പൂക്കളൊക്കെ നിറയെ ഉണ്ടാകുമ്പോൾ ചെറിയൊരു ഓണത്തിൻ്റെ പ്രതീതി നമ്മുടെ വീടിൻ്റെ ചുറ്റും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ തത്തിക്കളിക്കാറുണ്ട്. അപ്പോൾ ഈ വൃത്തിയാക്കൽ പരിപാടി ഇത്തിരി അകൃതിയായിട്ട് നടക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചേട്ടന്മാരെല്ലാവരും ഇവിടെയൊക്കെ വൃത്തിയാക്കി തരുന്നുണ്ട് കേട്ടോ. ഒരു പേരിങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് നമ്മുടെ വീടുമ്പേക്ക് വീഴാറായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചു തന്നില്ലേ, അതിനെ നേരെ നിർത്തിയിട്ടുണ്ട് രഘുവേട്ടൻ. അപ്പോഴാണ് ശാന്തമ്മ ഒരു ചക്കയും കൊണ്ടുവന്നത്. ശാന്തമ്മ ഇട്ടുകൊണ്ട് വന്നതാ ചക്ക. 2 പോയിന്നല്ലേ? 2 പോയി പൊന്നു. അയ്യോ, ഞാൻ ഇന്നലെ മുള്ള ആറ്റത്തേക്ക് പോയത്. അല്ല ഈ അറ്റത്തൻ്റെ ഇരുന്നു. ആണുങ്ങൾ വന്ന കാരണം ഇപ്പൊ ഇവിടുന്ന് ശ്രീ ചക്ക എന്നുള്ള ചോദ്യം നിങ്ങൾ ചോദിക്കരുത്. ഒരു ചെറിയ ചക്കയാണ്, കണ്ടില്ലേ? അത് 2-3 ഉണ്ടായിരുന്നു അത്ര. അതിൽ 2 പഴുത്തു പോയി എന്നാ ശാന്തമ്മ പറഞ്ഞത്. ഇത് പഴുത്തു തുടങ്ങിയിട്ടില്ല കേട്ടോ, നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നിറയെ ചുളകളൊക്കെ ഉള്ള ഒരു ചക്കയാണ്. പകുതി ശാന്തമ്മ കൊണ്ടുപോയി, പകുതി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേച്ചിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാനാണ് കേട്ടോ. നാളെ നമുക്ക് ക്ലാസ് പുറത്താണ്. അത് കാരണം കൊണ്ട് പോണ വഴിക്ക് ചേച്ചിയുടെ അടുത്ത് ആക്കാമെന്ന് വിചാരിച്ച്. എങ്കിലും ചക്ക കിട്ടിയ സന്തോഷത്തിൽ നമ്മളിനി ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ. ഇത് നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേ അവിടെ നിന്ന് ഞാൻ പഴയ നമ്മുടെ ലാബോറട്ടറി റിപ്പോർട്ടുകളും എൻ്റെ ഫയലൊക്കെ കണ്ടു. അതായത് നമ്മൾ കുറച്ച് നാൾ മുന്നേ ഒരു ഫൈബ്രോയിഡ് റിമൂവലിൻ്റെ കുറച്ച് സർജറി ഒക്കെ ചെയ്തായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഫയലടക്കം വെളിപ്പാട് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് നമ്മൾ കഴിച്ച മെഡിസിൻസും നമുക്ക് കയറ്റിയ ബ്ലഡ്, ഈ ബ്ലഡ് ഇടയ്ക്കിടയ്ക്ക് കയറ്റാൻ ഞാൻ വരാറുണ്ട്. അതെനിക്കൊരു പതിവായിട്ടുള്ള രോഗമാണ്. ഞാൻ എന്തോരം ഭക്ഷണം കഴിച്ചാലും എൻ്റെ ബ്ലഡ് ഇൻക്രീസ് ചെയ്യില്ല. ബ്ലഡല്ല, HB ലെവൽ ഇൻക്രീസ് ചെയ്യില്ല. അങ്ങനെ കുറച്ച് ബ്ലഡൊക്കെ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അനീമിക് ആണ് എന്ന് പറഞ്ഞു. എത്ര റേറ്റ് ലെവലിനൊന്നും ഞാൻ പറയില്ല. കുറച്ച് മെഡിസിനൊക്കെ എഴുതി മേടിച്ചു. ഇനി നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടേ പതുക്കെ നെയിൽ ചെയ്യാൻ പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ബ്ലഡൊക്കെ കുറഞ്ഞ് ആകെ കലാകാരിയായിട്ടാണ് ഇരിപ്പ്. എന്നാലും അത്രയ്ക്ക് കുറവൊന്നുമില്ല. ആളെന്നോട് പറഞ്ഞത്
ട്രാൻസ്ഫ്യൂസ് ചെയ്യാന്നാണ്. പക്ഷെ ട്രാൻസ്ഫ്യൂസ് ചെയ്യേണ്ട, നമുക്ക് കുറച്ച് ദിവസം ഒന്ന് ടാബ്ലറ്റ് കഴിച്ചു നോക്കാൻ ഡോക്ടറെ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറും കൺവിൻസ്ഡ് ആയി. കാരണം നമുക്ക് ക്ലാസ്സിൽ പോകണം കുറച്ച് ദിവസം, അല്ലെങ്കിൽ പിന്നെ ഇഞ്ചക്ഷൻ നിർത്തേണ്ടി വരും. ഒന്നും വേണ്ട, നമുക്ക് എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് സെറ്റാക്കാം എന്നാണ് വിചാരിക്കണം. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നിൽക്കാം കേട്ടോ. യൂണിയൻ ലിപ്സ്റ്റിക്കിൻ്റെ കളർ ഒട്ടും ചേർന്നില്ല. ഇത്ര ബ്രൈറ്റ് ആയിട്ട് ഇടാറില്ലാത്ത കാരണം ഉണ്ടാവും. പക്ഷെ മുടി എങ്ങനെയുണ്ട്? കുളിച്ചിട്ടില്ല, വെട്ടിയപ്പനെ കുളിച്ചിട്ടില്ല. അപ്പോൾ ഭാഗ്യം ഇറങ്ങി. വെയിൽ വെയിൽ വെയിൽ. നമുക്ക് പോവാട്ടാ. ശാന്തമ്മ പോട്ടെ. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ഒരുപാട് പേര് വന്ന് കമൻറ്റ് ചെയ്യും, ശ്രീ എങ്ങനെയുണ്ട് ഫൈബ്രോയിഡ്, ബ്ലഡ് എങ്ങനെയാണ് കുറയണം, എത്രയധികം ഭക്ഷണം കഴിക്കുന്നതല്ലേ, ഹെൽത്തി ഫുഡ് കഴിക്കണതല്ലേ എന്നൊക്കെ പറയും. എനിക്കും സത്യം പറയാം ഇതിനെക്കുറിച്ച് യാതൊരു വക അറിവില്ല. ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കണ്ട് ഡയറ്റ് ഒന്നും കൂടെ നന്നാക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ നമ്മുടെ പ്രോട്ടീൻ ബോൾസ് ഉണ്ടല്ലോ, അത് കഴിക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിച്ച് നമ്മൾ ഹൈലൈറ്റ് മാളിലെത്തിയപ്പോൾ അവർ പറഞ്ഞു ഒരു 1:15 കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ ഞാൻ ഫുഡ് കോർട്ടിൽ പോയിട്ട് വെയിറ്റ് ചെയ്തു. ഇതിൻ്റെ താഴെയാണ് കേട്ടോ ആഗ്ന സ്റ്റുഡിയോ ഉള്ളത്. നമുക്ക് ഹൈലൈറ്റ് മാളിൽ ഇത് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് കാരണം കൊണ്ട് നമ്മൾ ഒന്ന് പരീക്ഷിക്കാം. കയ്യിൽ എനിക്ക് നഖമൊക്കെ ഉള്ളത് നല്ല ഭംഗിയായിട്ട് കൊണ്ട് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം കൊണ്ട് ഓണത്തിൻ്റെ വൈബോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ചേട്ടനപ്പനെ ഒരു ചേട്ടനാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. നമ്മുടെ കൈമത്തെ മൊത്തത്തിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന നെയിൽ പോളിഷൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ഒന്ന് റബ്ബ് ചെയ്തു കേട്ടോ. ഒന്ന് ബർഫ് ചെയ്തു അതിൻ്റെ ആ ഒരു സംഭവം കൊണ്ട്. എന്നിട്ടാണ് നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്തു തരുന്നത് കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുന്ന കാരണം കൊണ്ട് എനിക്കിത് വേദന എടുക്കും, ഇങ്ങനെ ഉരസുമ്പോഴൊക്കെ വേദന എടുക്കും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. ഇതിപ്പോൾ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരിക്കലും ചെയ്യണമെന്നൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നമ്മളൊരു 1500 1800 ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നത് നമ്മുടെ 2 കൈയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് നമുക്കൊരു ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ ലൈഫിൽ. അപ്പോൾ ആ ആഗ്രഹങ്ങളുടെ പിന്നാലെയാണല്ലോ ഞാൻ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ കാണുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു വട്ടെങ്കിലും ഇത് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. നമുക്ക് സാധാരണ 200 രൂപയുടെ നമ്മുടെ നെയിൽ ജെല്ലൊക്കെ വെച്ച് ഒട്ടിച്ച് വേണമെങ്കിൽ ഒരു ദിവസത്തെ ഫംഗ്ഷനോ അല്ലെങ്കിൽ 1-2 ആഴ്ചത്തെ ഫംഗ്ഷനോ ഒക്കെ റെഡിയാക്കാം. ഇത് നെയിൽ വളർന്നു വരുന്നതോടൊപ്പം തന്നെയാണ് ഈ ഒരു ഒട്ടിച്ച നെയിൽ ഇങ്ങനെ വളർന്ന് വന്ന് വേണം കേട്ടോ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ 450 റുപ്പീസ് കൊടുത്തിട്ട് ഇവിടെ വന്ന് തന്നെ റിമൂവ് ചെയ്യണം. അവർക്ക് തന്നെയാണ് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്ത ഒന്നിങ്ങനെ റബ്ബ് ചെയ്ത് ഒരു റഫാക്കി എടുത്ത നമ്മുടെ നെയിലുണ്ടല്ലോ, അതുമേ നമ്മുടെ ഫേക്ക് ആയിട്ടുള്ള നെയിൽസ് ഒട്ടിച്ചു കൊടുക്കും. ഷിൽസിൻ്റെയാണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ. നല്ല കമ്പനി ആയിട്ടുള്ള ഒരു ചേട്ടനായിരുന്നു. എനിക്ക് തോന്നുന്നു ഹക്കീം എന്നാന്ന് തോന്നുന്നു ചേട്ടൻ്റെ പേരായിരുന്നത്. ചേട്ടൻ ജമ്മു കാശ്മീരിൽ നിന്ന് വന്നതാണ് കേട്ടോ. ആള് ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. സത്യം പറഞ്ഞാൽ പൂനെ പോയതിൽ എനിക്ക് ഏറ്റവും വലിയൊരു ഉപകാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര എളുപ്പമാവാറുണ്ട് പലപ്പോഴും. നമുക്കിങ്ങനെ ഇരുന്ന് സംസാരിക്കാം. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ 2 മണിക്കൂറൊക്കെ ഇരിക്കണം ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. 2 പോരാ 2.5 മണിക്കൂറൊക്കെ ഇരിക്കണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാതെ, എനിക്കാണെങ്കിൽ വായ അടച്ച് വെച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വാസം മുട്ടലാണ്. അപ്പോൾ നമുക്ക് പൂനെ പോയ കാരണം കൊണ്ടും ഈ ഭാഷ അറിയാവുന്ന കാരണം കൊണ്ടും നമുക്ക് അവരോട് കത്തി വെച്ച് അങ്ങോട്ട് ഇരിക്കാം കേട്ടോ. അപ്പോൾ സമയം പോകുന്നത് അറിയില്ല. അവരവരുടെ നാട്ടിലത്തെ വിശേഷങ്ങൾ പറയും, നമ്മൾ നമ്മുടെ നാട്ടിലത്തെ വിശേഷങ്ങൾ പറയും. അങ്ങനെ എക്സ്ട്രാ നെയിൽ നമുക്ക് വെട്ടി നമ്മുടെ ലെങ്തിനാക്കി എടുക്കാം. ഞാനൊരു ആൽമണ്ട് മോഡലിൽ ചെയ്യാനാണ് ഇക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ഞാൻ നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നറിയോ, ഇങ്ങനെ നെയിൽ ഒട്ടിച്ചു കൊടുക്കും. എന്നിട്ട് അതുമ്പോൾ നമ്മുടെ ഏതെങ്കിലും കളറ് ജെല്ല് നെയിൽ പോളിഷ് മേടിച്ച് അടിക്കുകയാണ് ചെയ്യാറുള്ളത്. ഞാൻ കൂടുതലും നമ്മുടെ നൈക്കയിലത്തെ 205 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജെൽ നെയിൽ പോളിഷ് ഉണ്ട്, അതാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. ഇവരുടെ കയ്യിൽ പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഈ നെയിലിൻ്റെ ഷേപ്പ് എങ്ങനെ വേണം എന്നുള്ളതാണ് കേട്ടോ ആൾ കാണിച്ചു തരുന്നത്. കണ്ട ആൽമണ്ട് ഉണ്ട്, ലോങ് ആൽമണ്ട് ഉണ്ട്, അതുപോലെ തന്നെ അങ്ങനെ കുറേ ഉണ്ട്. അത് അവിടെ ചെല്ലുമ്പോൾ അവർ നമുക്ക് കാണിച്ചു തരും. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഏതാണ് വേണ്ടതെന്ന് നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സെറ്റാക്കി തരും കേട്ടോ. സത്യം പറഞ്ഞാലേ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇത്ര അധികം നേരം ലോങ് ആയിട്ട് കുറച്ച് നേരം ഒരാളോട് വർത്താനം പറഞ്ഞിരിക്കുന്നത് തന്നെ. നമ്മളെപ്പോഴും ഓരോ ജോലികളുടെ പിന്നാലെ ആവാറാണ് പതിവ്. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ എനിക്ക് എന്തായാലും അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. ഇതൊക്കെ നമുക്ക് വേണ്ട ചൂസ് ചെയ്യേണ്ട കളറുകളൊക്കെയാണ്. ഇതിൽ കാറ്റൈ ഉണ്ട്, അതുപോലെ തന്നെ ഡബിൾ ഷെയ്ഡ് ഗ്ലിറ്ററിങ് വരുന്നത് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. എനിക്ക് കാറ്റൈ ചെയ്താൽ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിൽക്കുന്ന സ്റ്റാഫ് പിള്ളേരുടെയും എനിക്ക് വീഡിയോ എടുത്തു തരുന്ന പിള്ളേരുടെയും ഒക്കെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഒരു കളറാണ് ചെയ്തിട്ടുള്ളത്
ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആൽമണ്ട് കളറിലുള്ള ഷേപ്പ് എന്ന് പറയുന്നത്, ആൽമണ്ട് ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമ്മയാണ് നമ്മൾ ഇനി ബാക്കി ജെൽ നെയിൽ പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് സെലക്ട് ചെയ്യൽ തന്നെ വലിയൊരു പരിപാടിയാണ്, കാരണം ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അവിടെ. ഷിൽസിൻ്റെ ആയ കാരണം കൊണ്ട് തന്നെ കുറച്ച് നാള് ഇങ്ങനെ ലാസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നു. നമ്മൾ യുവി ഒക്കെ വെച്ച് ഡ്രൈ ആക്കിയിട്ടാണ് കേട്ടോ ഈ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കാറ്റൈ എന്ന് പറയുന്നത്. ഇപ്പോൾ കാറ്റൈയിലാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ജെല്ല് വെച്ചിട്ട് ആൾ കണ്ടോ, അത് ലോക്ക് ചെയ്യുന്നത് കണ്ടോ. അങ്ങനെയാണ് ഇതിങ്ങനെ വളർന്ന് വരുന്ന നെയിൽ വളർന്നു വരുന്നതോടൊപ്പം തന്നെ ഈ നെയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്യാട്ടോ. അത് കണ്ട് ഊരി പോരുമൊന്നുമില്ല അത്. അപ്പോൾ അങ്ങനെയുള്ള പേടിച്ചിട്ട് നമ്മൾ ചെയ്യാതിരിക്കുകയൊന്നും വേണ്ട. ഇതൊരു 3 ആഴ്ചയൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നതാണ് ഉറപ്പ് പറയുന്നുള്ളത്. അല്ലെങ്കിൽ നെയിൽ ഇങ്ങനെ വളരുന്നതോടൊപ്പം തന്നെ കടയിൽ നിന്ന് ഇങ്ങനെ വളർന്നു പോരും അത്രേ. അപ്പോൾ നമുക്ക് ജെല്ലൊക്കെ വെച്ചിട്ടുള്ള കോലം കാണാം. അതിൻ്റെ ഇടയിൽ ആൾ എനിക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ. ജെല്ലൊട്ടിച്ച് കഴിയുമ്പോഴേ ഇങ്ങനെ കുറച്ചിങ്ങനെ മുഴച്ച് നിൽക്കുമല്ലോ. അപ്പോൾ അതവർ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ചെത്തിയെടുക്കുകയാണ് ചെയ്യുക. നെയിൽ കേടാവുമെന്ന് ഞാൻ ചോദിച്ചായിരുന്നു കേട്ടോ പയ്യരുടെ അടുത്ത്. അപ്പോൾ ആൾ പറഞ്ഞത് ആദ്യം ഒരു വട്ടം ഒന്നും ചെയ്യുമ്പോൾ നെയിലിനൊന്നും ഒന്നും പറ്റില്ല, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒത്തിരി നാളിത് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലതെന്നാണ് പറഞ്ഞത്. അതായത് 1 2 1 മാസത്തെ ഗ്യാപ്പൊക്കെ കൊടുത്ത് നമുക്ക് വീണ്ടും ചെയ്യാത്രേ. ചില സമയങ്ങളിൽ ഇപ്പോൾ പ്രോഗ്രാം നടത്തുന്നവരായാലും പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരായാലും നമുക്ക് ഇത് വേണ്ടി വരും എല്ലായ്പ്പോഴും. അപ്പോൾ നമുക്ക് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. കാരണം ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് വേണ്ട രീതിയിൽ ചെയ്ത് തരികയും ചെയ്യും. പിന്നെ കൈയുടെ വശത്തേക്ക് നോക്കുക വേണ്ട. അതായത് ഇപ്പോൾ കൈയാണ് ജോലിക്കുള്ള ടൂള് മാനദണ്ഡം എന്നുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്ക്. അപ്പോൾ എനിക്ക് ഈ ഒരു ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കിത് ഇങ്ങനെ കിട്ടിയാലും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരുന്നേനെ ഞാൻ. പക്ഷെ ആളതുമ്മേ ഒരു ലൈറ്റ് പിങ്ക് കളർ ഷെയ്ഡാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇട്ട് കൊടുത്തിട്ട് ബേസ് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ പിങ്ക് കളർ ഇട്ട് കൊടുത്തിട്ട് യുവിയുടെ അടിയിലോട്ട് ഇട്ടു. ഈ യുവി ലൈറ്റ് തന്നെ വേണോ ഇത് ഉണങ്ങാൻ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമ്മൾ ഈ ആക്ന സ്റ്റുഡിയോയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിതാ ബാക്കിയുള്ള പരിപാടികൾ കയറപ്പം തുടങ്ങാം. ആളാദ്യം ബേസ് കോട്ട് ഇട്ട് തന്നു. ആദ്യം നമ്മുടെ ആ ജെല്ല് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ യുവിയുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ബേസ് കോട്ട് ഇട്ട് തന്നു. ബേസ് കോട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു പിങ്ക് കളറാണ് ചൂസ് ചെയ്തത്. അതിൻ്റെ മുകളിൽ ഒരു കോപ്പർ കളറുള്ള കാറ്റൈ ഗ്ലിറ്ററിങ് ഇട്ട് കൊടുത്തിട്ട് ഒരു മാഗ്നറ്റ് വെച്ച് പിടിച്ചിട്ടൊക്കെയാണ് കേട്ടോ അവരത് ഷെയ്ഡൊക്കെ മാറ്റുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഭയങ്കര സോഫ്റ്റായിട്ടും അടിപൊളിയായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അതങ്ങോട്ട് പൂർത്തിയായ സന്തോഷത്തിലാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ അവർ മോഡൽ കാണിച്ചു തരുന്നത് നമ്മുടെ ഈ ഒരു കാറ്റൈക്ക് വേണ്ടിയിട്ട് സിൽവർ വേണോ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും വേണോ എന്നൊക്കെയാണ് കേട്ടോ. ഈ ഒരു ബേസ് കോട്ട് ഉണ്ടല്ലോ പിങ്ക് കളർ, അത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അത് മാത്രമായാലും അടിപൊളിയായിട്ട് ഇരുന്നേനെ. പക്ഷെ ഞാൻ ചെറിയൊരു ഗ്ലിറ്ററിങ് എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മാഗ്നറ്റ് വെച്ചിട്ട് നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും സൈഡിലേക്ക് ഇങ്ങനെ അതിൻ്റെ ആ ഒരു മെറ്റാലിക് എഫക്റ്റ് പിടിക്കുന്നത്. എന്നിട്ടാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഷേപ്പ് കണ്ടോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോൾ കണ്ടോ ചെറുതായിട്ട് മാറുന്നത് കണ്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു മാഗ്നറ്റുമ്മ കണ്ടോ മാഗ്നറ്റുമ്മ ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് പുതിയ അറിവുകളും പുതിയ കാഴ്ചകളല്ലേ. പണം പോട്ടെ പവർ വരട്ടെ എന്ന് പറയില്ലേ, അത് ഇടയ്ക്കിടയ്ക്ക് ശരിയാന്ന് തോന്നാറുണ്ട്. പവർ വന്നിട്ടല്ല, ചില സമയങ്ങളിൽ നമ്മൾ പൈസ പോകുന്നത് മാത്രം ഇങ്ങനെ അത് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ചില ആഗ്രഹങ്ങൾ നമ്മുടെ നടക്കാതെ പോകും. ഒരു വട്ടെങ്കിലും ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. എപ്പോഴും ഒന്നും ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ ആഗ്രഹം മാത്രമല്ല, ഏതെങ്കിലും ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ തീവ്രമായിട്ട് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, എൻ്റെ സാറേ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലടോ. അപ്പോൾ നമുക്ക് എല്ലാ കൈമുഴും ഇതുപോലെ ഈ പരുവത്തിൽ ചെയ്യുക കേട്ടോ. 2 കൈമുഴും നമ്മൾ ആൾട്ടർനേറ്റീവായിട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഫൈനലി നമുക്ക് എന്തൊക്കെയോ സൊല്യൂഷനൊക്കെ പുരട്ടി തരും. ടോപ്പ് കോട്ട് ഒരെണ്ണം ഇട്ട് തരും. അത് കഴിഞ്ഞിട്ട് കാണുന്ന ഫൈനൽ റിസൾട്ടാണിത്. എന്താലേ. എൻ്റെ മുഖത്ത് ആ സന്തോഷം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ അത്യാവശ്യം നല്ല ഹാപ്പിയാന്നുള്ള കാര്യം. അപ്പോൾ വേഗം വന്നു. നമ്മൾ വേഗം തന്നെ സ്റ്റുഡിയോയിൽ നിന്ന് ഈ പരിപാടി കഴിച്ചു. ഇനി ശ്രീകുട്ടൻ്റെ സ്കൂളിൽ ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്, അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ നമ്മൾ. വലിയ ആഗ്രഹമായിരുന്നു നെയിൽ ചെയ്യണം എന്നുള്ളത്, അങ്ങനെ അതങ്ങോട്ട് സാധിച്ചു. ഇത് കുറച്ചും കൂടെ ബ്രൈറ്റ് കളർ ചെയ്യായിരുന്നു. എങ്ങനെയുണ്ടേട്ടാ?
അപ്പോൾ നമുക്ക് ഞാൻ അവിടെ നിന്ന് ഹൈലൈറ്റ് മാളിൽ നമ്മുടെ ആഗ്നസ് സ്റ്റുഡിയോയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് ശ്രീകുട്ടൻ്റെ സ്കൂളിൽ നിന്ന് PTA മീറ്റിംഗ് ഉണ്ടായിരുന്നു, നമ്മുടെ ഓപ്പൺ ഹൗസ് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് ടീച്ചറുടെ കുറേ വിശേഷങ്ങളും ഇവരുടെ കുറേ വിശേഷങ്ങളൊക്കെ കേട്ടിട്ട് നമ്മളിപ്പോൾ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീട്ടിൽ ചേട്ടന്മാർ പണിക്ക് കയറിനേക്കാളും മുന്നേ അവിടെ എത്തണം. എനിക്കാണെങ്കിൽ വിശന്നിട്ട് ഡമോ അല്ല, വീട്ടിൽ നല്ല ബീഫൊക്കെ കൂട്ടി ചോറുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ പോയ വിശേഷങ്ങളും ഒക്കെ നിങ്ങളോട് പറയാറുണ്ട്. അപ്പം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. വന്നപ്പോ നമ്മുടെ ബീഫൊക്കെ കൂട്ടി കുറച്ച് ചോറ് കഴിച്ചു കേട്ടാ. ബീഫ് മാത്രമല്ലല്ലോ, നമുക്ക് മുട്ടക്കറി ഉണ്ടായിരുന്നു, തോരൻ ഉണ്ടായിരുന്നു, ഉപ്പേരി ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു. കാലത്ത് നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, നമ്മുടെ മോർണിംഗ് ഡ്രിങ്ക്, അതിൻ്റെ പണിപ്പുരയിലേക്ക് ഞാൻ വീണ്ടും കയറിയിട്ടുണ്ട്. നമ്മുടെ മഞ്ഞളുണ്ടല്ലോ, പച്ചമഞ്ഞൾ, അത് ഞാനൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മുടെ നെല്ലിക്ക ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് നെല്ലിക്ക ഇന്ന അളവൊന്നുമില്ല. നമ്മളിതിൽ നിന്ന് ആകെ ഒരു ടീസ്പൂൺ എടുത്തിട്ട് ഒരു ഗമ്മട്ടൻ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ചെറു ചൂടുവെള്ളത്തിൽ ഇച്ചിരി സാധനം ഒഴിച്ചിട്ട് കാലത്ത് കഴിക്കാനാണ്. അതായത് ഓവർ ഡോസ് ഒന്നും ആവില്ല. എങ്കിലും ഞാനത് 21 ദിവസമേ കഴിക്കുള്ളൂ കേട്ടോ. കാരണം നമ്മുടെ കിഡ്നീനെ കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞ് നമ്മളത് നിർത്തും 1-2 മാസത്തേക്ക്. പിന്നെ വീണ്ടും വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തത് കഴിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ചിയാ സീഡും അതുപോലെ തന്നെ നമ്മുടെ കസ്കസും നമ്മൾ ഒന്ന് വെള്ളത്തിലിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 1/2 കിലോൻ്റെ അടുത്ത് ഞാൻ നമ്മുടെ ഈ ഒരു നെല്ലിക്ക എടുത്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും സാധനങ്ങളെ ചേർക്കുന്നുള്ളൂ. കുറച്ച് ക്യാരറ്റും കൂടെ ചേർത്തു. ഡോക്ടർ എന്തായാലും പറഞ്ഞതല്ലേ, പച്ചക്കറികൾ ധാരാളം ഉൾപ്പെടുത്തു. അതുപോലെ തന്നെ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ജ്യൂസ് അടിച്ച് കഴിക്കൂ. പിന്നെ നമ്മുടെ അനാറ് ജ്യൂസ് അടിച്ച് കഴിക്കൂ എന്നൊക്കെ പറഞ്ഞതല്ലേ. അപ്പം എന്നാൽ പിന്നെ അതും കൂടി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് എല്ലാം കൂടെ അത് അരച്ച് നമ്മളിതാ ഇതിൻ്റെ ഉള്ളിൽ കലക്കിയിട്ടുണ്ട്. ഇനി ഇത് 2 വലിയ കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കില്ല, ഫ്രിഡ്ജിലാണ് വെക്കുക. നല്ല തണുപ്പുള്ള ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് ഇത് നമ്മൾ ഒരു 10-20 ദിവസം കുടിച്ചങ്ങോട്ട് തീർക്കൂട്ടോ. നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്നും അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ബോഡിയൊക്കെ ബ്ലോട്ടിംഗ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു വയറൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും വിറ്റാമിൻ സി ആണ് ഇതിലത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മുടിക്കും അതുപോലെ തന്നെ എല്ലിനും പല്ലിനും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ശ്രീജ.